പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മളെല്ലാവരും കർത്താവിൻ്റെ കൃപയാൽ ഒന്നിച്ചു കൂട്ടപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ദൈവം ജീവൻ കൊടുക്കുന്നവനാണ്, ജീവൻ കൊടുക്കുന്ന ഇടയൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു ശുശ്രൂഷയുടെ സമയത്ത് അനേകം നിർജീവമായ അവസ്ഥകളിലേക്ക് സ്വർഗത്തിലെ ദൈവം ജീവൻ്റെ ഒരു ശക്തി നിവേശിപ്പിക്കും. നിർജീവമായ കുടുംബങ്ങൾ, നിർജീവമായ ബന്ധങ്ങൾ, നിർജീവമായ ആത്മാവ്, നിർജീവമായ ശരീരങ്ങൾ, നിർജീവമായ കോശങ്ങൾ, എല്ലാ മണ്ഡലങ്ങളിലേക്കും സ്വർഗത്തിൽ നിന്ന് ജീവൻ്റെ ഒരു ശക്തി പ്രവഹിക്കും. ഓരോരുത്തരും എന്ത് ചെയ്യണം? എളിമപ്പെട്ട് വിളിച്ച് അപേക്ഷിക്കണം. 2 ദിനവൃത്താന്തം 14-ാം അധ്യായത്തിൽ 11-ാം തിരുലിഖിതം ആസ കർത്താവിനോട് നിലവിളിക്കുകയാണ്. കർത്താവേ, എൻ്റെ ഈ വലിയ പ്രതിസന്ധിയിൽ, എൻ്റെ ഈ വേദനയിൽ, എൻ്റെ ഈ മരണത്തിൽ, എൻ്റെ ഈ തകർച്ചയിൽ, എൻ്റെ ഈ അധപതനത്തിൽ കർത്താവേ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. ഞങ്ങൾ അങ്ങയെ ശരണം പ്രാപിക്കുന്നു, ഞങ്ങളെ സഹായിക്കണമേ. ഒരു ദൈവഭൈതൽ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസപൂർവ്വം നിങ്ങൾ ഈ ശുശ്രൂഷയിൽ ഇരുന്ന്, അഭിഷേകത്തിൽ ഇരുന്ന് വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനകളിൽ കർത്താവിൻ്റെ അത്ഭുതം കർത്താവ് വർഷിക്കും. ഒരു ദൈവപൈതൽ അട്ടപ്പാടി ധ്യാനം നടക്കുമ്പോൾ താമസിച്ചുള്ള ധ്യാനത്തിൽ വന്ന് അവരുടെ അനുഭവം പറഞ്ഞു. ചെറുപ്പം തൊട്ട് അഭിഷേകത്തിന് കൂടി ഒരു ടീച്ചറായ ഒരു കുട്ടിയുടെ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് നിമിത. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഇതൊരു 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ പറയുന്നൊരു സാക്ഷിയാണ്. അപ്പം ഞങ്ങൾ ചെറുപ്പം മുതലേ വീട്ടിൽ അഭിഷേകാഗ്നി എല്ലാ ഞായറാഴ്ചയും കാണുമായിരുന്നു. അതുപോലെ നല്ല കുടുംബമാണ്. വീട്ടിൽ അപ്പനും അമ്മയും മക്കളെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ എല്ലാ ഞായറാഴ്ചയും അഭിഷേകാഗ്നിയിലെ വചനം കേട്ട് പ്രാർത്ഥിക്കാനായി പഠിപ്പിച്ചു, അവരെ പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ അഭിഷേകാഗ്നി കാണുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ എന്നെ ഒന്ന് ടീച്ചറാക്കണം. 25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ജോലിയൊക്കെ കിട്ടാതെ ഇങ്ങനെ വിഷമിക്കാതെ ഒരു നിയോഗം ഇങ്ങനെ വെച്ചു അല്ലേ? ഈ കുട്ടി +2 പഠിക്കുമ്പോൾ 25 വയസ്സാകുമ്പോഴത്തേക്കും എനിക്കൊരു ടീച്ചറായി മാറണം, 25ാമത്തെ വയസ്സിൽ. അങ്ങനെ നിയോഗം വെച്ച് 6 വർഷങ്ങൾ ഇങ്ങനെ വർഷങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടോ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഓരോ എക്സാമിന് പോകുന്ന സമയത്തും +2 മുതൽ ഓരോ എക്സാമിന്, ഇപ്പോൾ ഒരു ക്ലാസ് ടെസ്റ്റ് നടക്കുകയാണെങ്കിൽ പോലും ഞാൻ അഭിഷേകാഗ്നിൻ്റെ ഒരു എപ്പിസോഡ് കണ്ടിട്ടാണ് എക്സാമിന് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ എഴുതുന്ന എക്സാമുകൾക്കൊക്കെ നല്ല മാർക്കുകൾ കിട്ടും. സെറ്റ് എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ PG പഠിച്ച് പുറത്തിറങ്ങി ഉടനെ തന്നെ ഞാൻ പഠിച്ച കോളേജിൽ തന്നെ ഒരു ഇൻ്റർവ്യൂ വിളിച്ചു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഞാൻ പഠിച്ച കോളേജിൽ തന്നെ ഇപ്പം ഞാൻ പഠിപ്പിക്കുവാണ്. ഒരു ടീച്ചറായി എത്രാമത്തെ വയസ്സിൽ? 25ാമത്തെ വയസ്സിൽ. 25ാമത്തെ വയസ്സിൽ ടീച്ചറാകണമേ ഈശോയെ എന്ന് പറഞ്ഞ് 6 വർഷം തുടർന്ന് പ്രാർത്ഥിച്ചു. 25 വയസ്സ് പൂർത്തിയായി. ഇപ്പോൾ പഠിച്ച കോളേജിൽ തന്നെ നല്ലൊരു ടീച്ചറായിട്ട് സെറ്റൊക്കെ എഴുതി എത്ര 10, 20, 30, 40 പ്രാവശ്യം എഴുതിയിട്ട് ജയിക്കാത്തവരുണ്ട്. അപ്പോഴാണ് ആദ്യത്തെ ചാൻസ്. ഒറ്റ എഴുത്തേ ഉള്ളൂ ഈ കുട്ടിക്ക്. എല്ലാ പരീക്ഷയും അങ്ങനെയാണ്, എഴുതുന്ന പരീക്ഷയിൽ ഒറ്റ എഴുത്തേ ഉള്ളൂ. പിന്നെ സപ്ലി എന്ന് പറയുന്ന സാധനം, നീ സപ്ലി എഴുതിയിട്ടില്ലല്ലോ? ഇല്ല, ജീവിതത്തിൽ സപ്ലി എഴുതിയിട്ടില്ല. ഹല്ലേലൂയ. അതായത് എഴുതുന്ന പരീക്ഷയ്ക്ക് എല്ലാം നല്ല മാർക്ക്. അങ്ങനെ കർത്താവ് അനുഗ്രഹിച്ചു. നമുക്ക് 25ാമത്തെ വയസ്സാണ് കർത്താവിന് പറഞ്ഞത്. അതേ വയസ്സ് കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുട്ടികൾ, ഈ കുട്ടികളുണ്ടല്ല, ഈ ടീച്ചർ കോളേജിൽ പഠിപ്പിക്കുകയാണ്. ആ ടീച്ചർ ചെറുപ്പം തൊട്ട് ആ ഫാമിലി, അപ്പനും അമ്മയും ഇങ്ങനെ അഭിഷേകാഗ്നിയുടെ സമയത്ത് കുട്ടികളെ കൊണ്ടുവന്ന് വചനം കേൾപ്പിക്കും. ഈ വചനം കേൾക്കും തോറും ബുദ്ധിയുടെ ശക്തി വർദ്ധിക്കും, പഠിക്കാനുള്ള കഴിവ് വർദ്ധിക്കും, ദുർബുദ്ധികളൊക്കെ വിട്ടുപോകും, അലസത വിട്ടുപോകും, ദുഷ്ടപിശാചികൾ ഉപദ്രവങ്ങൾ വിട്ടുപോകും, വെറുപ്പ് വൈരാഗ്യങ്ങൾ വിട്ടുപോകും, ആ മനസ്സും ഹൃദയവും ആത്മാവും വിശുദ്ധീകരിക്കപ്പെടും. വചനത്തിന് അത്ഭുത ശക്തിയുണ്ട്. അതുപോലെ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള കൃപ കിട്ടും, വിശ്വാസം വർദ്ധിക്കും, പ്രാർത്ഥന ശക്തി വർദ്ധിക്കും, സ്നേഹം വർദ്ധിക്കും, കഠിനാധ്വാനം വർദ്ധിക്കും, സഹകരണം വർദ്ധിക്കും.
ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുട്ടികൾ യുവതി യുവാക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഇപ്പോൾ വന്ന് കൂട്ടമായി ഒന്നിച്ച് ഈ അഭിഷേകാഗ്നി ശുശ്രൂഷ പങ്കെടുക്കുക. ഇന്ന് അതിന് ശേഷം നമുക്ക് അഭിഷേകാഗ്നിയുടെ ഒരു അച്ഛനുണ്ട്, അതാണ് സാംസണച്ചൻ. സാംസണച്ചനാണ് സാക്ഷി, സാംസണച്ചൻ്റെ ധ്യാനത്തിലാണ് ആ കുട്ടിയെ സാക്ഷ്യം പറഞ്ഞത്. അപ്പോൾ സാംസണച്ചനാണ് സാക്ഷ്യം കേട്ടത്. സാംസണച്ചൻ ഇന്ന് ടോക്ക് എടുക്കാൻ വേണ്ടി നമ്മുടെ കൂടെ വരുന്നതാണ്. ഇത് കഴിഞ്ഞ ഉടനെ സാംസണച്ചൻ്റെ ടോക്കാണ്. നമുക്ക് വളരെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ഇന്ന് കർത്താവിൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ. രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ദൈവമേ, ഇന്ന് ഈ കുടുംബങ്ങളിൽ അങ്ങയുടെ അത്ഭുതങ്ങൾ ഇടപെട്ട് ഈ മക്കളുടെ കണ്ണുനീരെല്ലാം ഒപ്പിയെടുക്കുന്ന അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ. അനേക കുടുംബങ്ങളുടെ ഗദ്ഗതങ്ങളും നെടുവീർപ്പുകളെല്ലാം പ്രാർത്ഥനകളായി വരുന്ന ഈ സമയം അവിടുന്ന് സ്വർഗത്തിൽ നിന്നും ഇഷ്ടത്തോടുകൂടെ നോക്കി കാണണമേ പിതാവേ. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായി അങ്ങ് ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയെ കരുണയോടെ വീക്ഷിച്ചിട്ടുണ്ടല്ലോ കർത്താവേ, കരുണയോടെ നോക്കിയിട്ടുണ്ടല്ലോ കർത്താവേ. ഇപ്പോൾ ഈ കുടുംബങ്ങൾ അവിടുന്ന് കരുണയോടെ നോക്കുന്നുണ്ടല്ലോ കർത്താവേ. ഇപ്പോൾ ഇത് കേൾക്കുന്ന ഓരോരുത്തരും കരുണയോടെ നോക്കുന്നുണ്ടല്ലോ കർത്താവേ. അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്ന കർത്താവേ. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി അഭിഷേകത്തിൽ ചൊരിഞ്ഞ കൊടാനുകൂടി അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞ് ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവേ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ മഹത്വത്തിന്റെ രാജാവേ, ഓ മഹത്വത്തിന്റെ കർത്താവേ, കൃപയുടെ രാജാവേ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. സകല ജനങ്ങളോട് ചേർന്ന്, എല്ലാ മാലാഖമാരോട് ചേർന്ന്, എല്ലാ വിശുദ്ധരോട് ചേർന്ന്, സഭ മുഴുവനോട് ചേർന്ന്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളോട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയെ ആരാധിക്കുന്നു. കൈകളടിച്ച് പരിശുദ്ധൻ ബലവാനേ നീ പരിശുദ്ധൻ, അമർത്യനേ നീ പരിശുദ്ധൻ, കൃപ തൂകണമേ എന്നും. ഇസ്രായേലിൻ പരിശുദ്ധനേ, ഭൂസ്വർഗ്ഗങ്ങൾ ഉടയവനേ, ഇസ്രായേലിൻ പരിശുദ്ധനേ, ഭൂസ്വർഗ്ഗങ്ങൾ ഉടയവനേ, സ്തുതിയുടെ സിംഹാസനത്തിൽ വാഴും നീ മാത്രം പരിശുദ്ധൻ, സ്തുതിയുടെ സിംഹാസനത്തിൽ വാഴും നീ മാത്രം പരിശുദ്ധൻ. കൈകൾ ഉയർത്തി കൈയടിച്ച് പരിശുദ്ധൻ, ഒരുമിച്ച് പരിശുദ്ധൻ, അമർത്യനേ നീ പരിശുദ്ധൻ, കൃപ തൂകണമേ എന്നും. ആവർത്തിച്ച് പാവനനേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, അമർത്യനേ നീ പരിശുദ്ധൻ, സർവശക്തനേ തൂകണമേ എന്നും. കൈകൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. കർത്താവേ, ഈ വലിയ സമൂഹത്തിലേക്ക് അങ്ങയുടെ കൃപയുടെ വലിയ പ്രവാഹങ്ങൾ അനുവദിക്കണമേ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ അനുഗ്രഹിക്കണമേ, കൃപയുടെ കരം തുറക്കണമേ കർത്താവേ, ദയയുടെ അഭിഷേകങ്ങൾ നൽകണമേ. ഓ ഹൃദയങ്ങളെ സ്പർശിക്കുന്നവനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മാറായില കൈപ്പുള്ള ജലം മാധുര്യമാക്കി മാറ്റിയവൻ, മാറായില കൈപ്പുള്ള ജലം മാധുര്യമാക്കി മാറ്റിയവൻ, അലറിവരും ഒരു ചെങ്കടലിൽ പാതയൊരുക്കിയ ദൈവം, അലറിവരും ഒരു ചെങ്കടലിൽ പാതയൊരുക്കിയ ദൈവം, പാതയൊരുക്കിയ ദൈവം. ജീവന്റെ കർത്താവേ, ജീവിക്കുന്നവനും ജീവിപ്പിക്കുന്നവനും ജീവൻ നൽകുന്നവനും ജീവനുമായ കർത്താവേ, ഇന്ന് ഈ ശുശ്രൂഷയെ പങ്കെടുക്കുന്ന
ഒരുപാട് തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളിലേക്ക് ഒരു പുതുജീവൻ്റെ അഭിഷേകം അവിടെ നിന്ന് പകരണമേ. ബാലികാബാലന്മാരെയും യുവതിവാക്കന്മാരെയും പ്രത്യേകം അവിടുന്ന് ജീവിപ്പിക്കുന്നവനായ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. നിരാശ നിറഞ്ഞ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവെ അവിടുന്ന് അത്ഭുതങ്ങളിലൂടെ ഈ സമയം ഉത്തരമരുളണമേ. പിശാചിൻ്റെ കൊടിയ പീഡകളിലിരിക്കുന്ന ജീവിതങ്ങളും കുടുംബങ്ങളും സ്ഥാപനങ്ങളും സ്ഥലങ്ങളും ഈ സമയം അത്ഭുത ഡെലിവറൻസ് പ്രാപിക്കട്ടെ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിപ്രധാനമായ ഇന്നത്തെ സന്ദേശം പ്രിയപ്പെട്ട സാംസണച്ചനാണ് നമുക്ക് നൽകുന്നത്. അച്ഛൻ അഭിഷേകത്തിന് അനേക കാലങ്ങളായി അച്ഛൻ്റെ കൂടെ നിന്ന് ശുശ്രൂഷയെ സഹായിക്കുകയും ശുശ്രൂഷയിൽ എപ്പോഴും ഒപ്പം നിൽക്കുന്ന അച്ഛനാണ് ബഹുമാനപ്പെട്ട സാംസൺ മണ്ണൂരച്ഛൻ. പ്രൈസ് ദ ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടുത്ത നിമിഷം നമ്മൾ കേട്ടു, ജീവൻ കൊടുക്കുന്നൊരു ദൈവം, ആ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് നൽകുമെന്ന് വട്ടാഴ്ചയിലൂടെ ഇപ്പോൾ നമ്മൾ കേട്ട് ഹൃദയം ധന്യമായ സമയമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവൻ നൽകുന്നൊരു ദൈവം, അതാണ് ക്രിസ്ത്യാനികളുടെ ഒരു അഭിമാനം, അല്ലെങ്കിൽ അവൻ്റെ ഒരു ആ ക്രിസ്ത്യാനികളുടെ ജീവനാണ് യേശു ക്രിസ്തു. യോഹന്നാൻ സുവിശേഷത്തിൽ 10-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 11-ാമത്തെ തിരുവചനം പറയുന്നത് എങ്ങനെയാണ്? ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ജനത്തിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുക. തൻ്റെ ജീവിതമോ ജീവനോ ആരോഗ്യമോ ശക്തിയല്ല, വേദനിക്കുന്നവർക്ക് ആശ്വാസമായി മാറുകയാണ് ഈശോ. ആ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ രാത്രിയിൽ വചനം കേൾക്കുന്ന സമയം തന്നെ കർത്താവിൻ്റെ ജീവൻ, അവിടുത്തെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കും. ഹെബ്രായർക്കാർക്ക് ലേഖനത്തിൽ 13-ാം അധ്യായം 20-21 തിരുലിഖിതങ്ങൾ. ഹെബ്രായർക്കാർക്ക് ലേഖനം 13-ാം അധ്യായം 20-21 തിരുലിഖിതങ്ങൾ. അതിൽ പറയുന്നത് എങ്ങനെയാണ്? ആടുകളുടെ വലിയ ഇടയനെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ, മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച സമാധാനത്തിൻ്റെ ദൈവം നിത്യമായ ഉടമ്പടിയുടെ രക്തത്താൽ എല്ലാ നന്മകളും കൊണ്ട് നിങ്ങളെ ധന്യരാക്കട്ടെ. അങ്ങനെ യേശു ക്രിസ്തുവിലൂടെ നമ്മിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ ഹിതം, അവിടുത്തേക്ക് അഭികാമ്യമായത് നിറവേറ്റാൻ നിങ്ങളെ സഹായിക്കട്ടെ. അവന് എന്നും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിന് മഹത്വം കൊടുത്ത് എന്നും എന്നേക്കും മഹത്വം കൊടുത്ത് അവിടുത്തെ വചനം കേട്ട് കർത്താവാണ് നമുക്ക് ജീവൻ നൽകുന്നത്, നമ്മളെ രക്ഷിക്കുന്നത്, നമ്മളെ നയിക്കുന്നത്. ആ ഒരു വിശ്വാസത്തോടെ മുന്നോട്ട് പോകണം ഓരോ ദൈവ പൈതലും. കുടുംബങ്ങൾ മുന്നോട്ട് പോകണം, ജീവിതങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകണം. അപ്പോൾ ആ ജീവൻ നൽകുന്ന ദൈവം നമുക്ക് എന്താ പറയുക, ഒരു മരം നടുമ്പോൾ ആ മരത്തിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം ആ മരം വലിച്ചെടുക്കുന്നത് പോലെ യേശു ക്രിസ്തു നൽകുന്ന ജീവൻ, ആ ശക്തി നമ്മളിലേക്ക് നിറയണം. രോഗികൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തു മരണക്കിടക്കയിൽ കിടക്കുന്ന രോഗികൾക്ക് ജീവൻ നൽകും. അങ്ങനെയുള്ള വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ജനമാണ് അഭിഷേകം പ്രാപിച്ച് അത്ഭുതങ്ങൾ സാക്ഷ്യങ്ങളായി വരുന്നത്. അവർ കർത്താവേ എനിക്ക് ജീവൻ നൽകണം, എന്നെ ജീവിപ്പിക്കണം, എനിക്ക് സൗഖ്യം നൽകണം. അപ്പോൾ ജീവൻ നൽകുന്ന കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുള്ളത് കൊണ്ട് ആ സ്നേഹത്താൽ നമുക്ക് ജീവൻ നൽകും, സൗഖ്യം നൽകും, വിടുതൽ നൽകും. തകർന്നിരിക്കുന്നവർ, ഞെരുക്കത്തിലിരിക്കുന്നവർ കർത്താവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കാരണം അവിടുത്തെ വാഗ്ദാനമാണല്ലോ, ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവനാണ് ഞാൻ എന്ന കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം കർത്താവ് നിറവേറ്റുക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനത്തിന് ജീവനും ജീവിതവും കൊടുക്കുന്ന ദൈവം, ആ ദൈവത്തെ ഇനിയും നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. എത്രയോ നാളുകൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു, എത്രയോ വചനം കേൾക്കുന്നു, എത്രയോ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും?
നമ്മൾ ഈ ജീവൻ നൽകുന്ന ദൈവത്തെ കാണാതെ മറ്റ് പല തരത്തിലേക്ക് മറ്റ് പല സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോവുക. അതുകൊണ്ട് കർത്താവ് തന്നെ പറയുന്നുണ്ട് യോഹന്നാൻ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ തന്നെ 12-13 തിരുലിഖിതങ്ങൾ. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം 12-13 തിരുലിഖിതങ്ങൾ. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ച് കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നതും കൂലിക്കാരനായതുകൊണ്ട് ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ്. കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവൻ ഓടിപ്പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ കർത്താവ് കൈവിടുകയില്ല. കാരണം കർത്താവ് നമ്മുടെ ദൈവമാണ്. അതൊരു വിശ്വാസമില്ലാതെ ആ ഒരു തീഷ്ണതയോടെ പ്രാർത്ഥിക്കാത്തത് കൊണ്ടാണ് കർത്താവ് നമ്മളെ രക്ഷിക്കാത്തത്. കൂലിക്കാരനെ പോലെ നിമിഷ നേരങ്ങൾ കൊണ്ട് സ്വാർത്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യതയ്ക്ക് വേണ്ടി മാത്രം ആത്മാർത്ഥമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ആ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. കാരണം കർത്താവ് പറഞ്ഞല്ലേ, കർത്താവ് ഓടിപ്പോകില്ല. ഓടിപ്പോകാൻ കർത്താവിന് പറ്റില്ല. കാരണം അത്രയേറെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഈശോ നമ്മളെ സ്നേഹിക്കുന്നു. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. നമുക്കെല്ലാവരും അറിയാവുന്നതും എല്ലാവരുടെയും ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്ന ഒരു സംഭവം. പലരും പല സമയങ്ങളിൽ നമ്മൾ കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. 1912 ഏപ്രിൽ 14-ാം തീയതി ലോകം ഞെട്ടിക്കുന്നൊരു സംഭവം ഉണ്ടായി. ആ സംഭവം ഇതാണ്. നമ്മൾക്ക് ചരിത്രമൊക്കെ പഠിക്കാറുണ്ട്, നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. ടൈറ്റാനിക് എന്ന് പറയുന്നൊരു കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് മുങ്ങിത്താണ് അനേകരുടെ ജീവൻ ആ കപ്പലിൽ അമർന്നു പോയത് നമുക്കറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ മരിച്ച ആളുകളെക്കുറിച്ചല്ല അച്ഛൻ പറയുന്നത്. ആ കപ്പൽ മുങ്ങും സമയത്ത്, ആ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെ കപ്പിത്താൻ, അതിലെ മറ്റു ആളുകൾ, മുതിർന്ന ആളുകളെല്ലാം കൂടി ആ കപ്പലിലുണ്ടായിരുന്ന ഗർഭിണികളായിട്ടുള്ളവർ, കൊച്ചുകുട്ടികൾ, അങ്ങനെയുള്ള രോഗികൾ, ഒത്തിരി പ്രായമുള്ളവർ, അവരെല്ലാം ചെറിയ ചെറിയ ആ കപ്പലിലുണ്ടായിരുന്ന ബോട്ടുകളിൽ അവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുമാതിരിപ്പെട്ടവരെല്ലാം ആ കപ്പലിൽ രക്ഷിക്കാനുള്ളവരെല്ലാം രക്ഷിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അവസാനം പറയാണ്, കപ്പലിലുള്ള മറ്റുദ്യോഗസ്ഥർ പറയാണ്, ക്യാപ്റ്റൻ സ്മിത്ത് എന്നാണ് ക്യാപ്റ്റൻ പേര്. അല്ലയോ സാർ ഇനിയും അനേക കപ്പലുകൾ ഓടിക്കാനും ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആളായതുകൊണ്ട് താങ്കളും കൂടി ഈ ചെറിയ കപ്പലിൽ കയറി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്മിത്ത് അവരെ നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല, എല്ലാവരും രക്ഷപ്പെടാനുള്ള എല്ലാവരും പോകട്ടെ, ഞാൻ എൻ്റെ ജനത്തിൻ്റെ കൂടെ ഞാനായിരിക്കും എന്ന് പറഞ്ഞ് ആ കപ്പലിൻ്റെ ഉള്ളിലെ കപ്പിത്താനിരിക്കുന്ന ക്യാബിനിലേക്ക് കയറി അതിൽ സ്റ്റീറിങ്ങിൽ പിടിച്ച് കണ്ണടച്ച് കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അറ്റ്ലാന്റിക്കിൽ തൻ്റെ ജനത്തോടൊപ്പം ജീവൻ സമർപ്പിച്ച ഒരു ക്യാപ്റ്റൻ എന്ന ക്യാപ്ഷനോടുകൂടെ ഞാൻ പണ്ട് ഒരു ലേഖനത്തിൽ വായിച്ചു തോർക്കുകയാണ്. തൻ്റെ ജനത്തിന് വേണ്ടി വേണമെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു, എന്നാൽ താൻ നയിച്ചു കൊണ്ടുവന്ന ജനത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ഒരു കപ്പിത്താനെ ഇവിടെ നാം കാണുന്നു. പ്രിയപ്പെട്ട അതൊരു കപ്പിത്താൻ. എന്നാൽ ഈ ലോകത്തിൽ ഇന്ന് വരെ ജനിച്ചിട്ടുള്ളതും ഇനി ജനിക്കാനിരിക്കുന്നവരും ജനിച്ച് മരിച്ചവരുമായ നമുക്കും നമ്മുടെ പൂർവ്വികർക്കും എല്ലാവർക്കും വേണ്ടി ജീവൻ തന്നവനും തന്നുകൊണ്ടിരിക്കുന്നതിനുമായ ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. ആ ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് എന്തെല്ലാം അപകടം അനർത്ഥം കൊണ്ടായാലും നമ്മൾ ഓടിപ്പോകില്ല. യെശയ്യാപ്രവചനം 40-ാം അധ്യായം 11-ാമത്തെ തിരുലിഖിതം. യെശയ്യാപ്രവചനത്തിൽ 40-ാം അധ്യായം 11-ാമത്തെ തിരുലിഖിതം. ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകൾക്ക് സമാധാനം നൽകുന്നു എന്ന് പറഞ്ഞ് നമ്മളെ ചേർത്ത് പിടിച്ച്, നമ്മളെല്ലാം കർത്താവിൻ്റെ കുഞ്ഞാടുകളാണല്ലോ. ഈ കുഞ്ഞാടുകൾ ആയ നമ്മളെ കർത്താവ് ചേർത്ത് പിടിക്കും. ഒരു തള്ളയാടിനെ പോലെ മാറോട് ചേർക്കുന്ന കർത്താവ് എത്ര വലിയ സ്നേഹമാണ്. ഇതെല്ലാം 2024 വർഷം കഴിഞ്ഞിട്ടും ഇനിയും ഈ സ്നേഹിക്കുന്ന
ജീവൻ നൽകുന്ന, ജീവിതം നൽകുന്ന, ശക്തി നൽകുന്ന, സൗഖ്യം നൽകുന്ന, ബന്ധനമഴിക്കുന്ന, പൈശാചിക പീഡകളെ ആട്ടിപ്പായിക്കുന്ന, അത്ഭുത ശക്തി പ്രദാനം ചെയ്യുന്ന ദൈവത്തെ തിരിച്ചറിയാൻ പറ്റാതെ ഇന്നും അന്ധരായി തപ്പിത്തടയാണ് നാം ഓരോരുത്തരും. അന്ധരായ തപ്പിത്തടഞ്ഞ് നടക്കുകയാണ് ഇപ്പോഴും. ആ ദൈവം നമുക്ക് ജീവൻ നൽകാൻ കൈകൾ വീതിച്ച് നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ 23-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുലിഖിതങ്ങൾ. സങ്കീർത്തന പുസ്തകം 23-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുലിഖിതങ്ങൾ. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകിയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടെ നിന്ന് എനിക്ക് വിശ്രമം വരുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടെ തന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പുന്നു. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കണ്ടോ, കർത്താവാണ് എൻ്റെ ഇടയൻ എന്ന് പറയണം. കർത്താവാണ് എൻ്റെ രക്ഷകൻ. കർത്താവാണ് എനിക്ക് സമ്പത്ത് നൽകുന്നത്. കർത്താവാണ് എനിക്ക് ജീവന പങ്കാളിത്തം നൽകിയത്. കർത്താവാണ് എനിക്ക് കുഞ്ഞുങ്ങളെ നൽകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കുടുംബം ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, ഈ നിങ്ങളോടൊപ്പം വചനം പറയുന്ന സാംസച്ചൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ, ഞാൻ എന്തായിരിക്കുന്നുവോ ഇപ്പോൾ ഈ വചന ശുശ്രൂഷ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഞാൻ വിശ്വസിക്കുക ഇങ്ങനെയാണ്: കർത്താവാണ് എൻ്റെ ദൈവം. ആ കർത്താവ് അനുവദിച്ചത് കൊണ്ട് ഇന്ന് ജനത്തിന് വേണ്ടി അവർക്ക് ജീവൻ നൽകാൻ ഈ വചനം അവർക്ക് ജീവൻ നൽകും എന്ന് വിശ്വസിക്കുന്നതിനാണ് അച്ഛൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം നിങ്ങൾക്ക് ശക്തി നൽകണം. ഏത് മരണത്തിൻ്റെ നിഴലിൻ്റെ താഴിലൂടെ അല്ലെങ്കിൽ മരണത്തിൻ്റെ താഴ്വിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ആ മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ച് പ്രാർത്ഥിക്കണം. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് സാത്താൻ ഈ എന്താ പറയുക ദൈവത്തിൻ്റെ ദൈവാശ്രയ ബോധം ദൈവമക്കളിൽ നിന്ന് എടുത്തു കളഞ്ഞു. ജീവൻ നൽകുന്ന, സൗഖ്യം നൽകുന്ന, ശക്തി നൽകുന്ന, വിടുതൽ നൽകുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ആ ബോധ്യം ജനത്തിൽ നിന്നും സാത്താൻ എടുത്തു കളഞ്ഞിട്ട് അവർ തങ്ങളുടെ ബുദ്ധിയും ചിന്തയും യുക്തിയും ഉപയോഗിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ എത്രയോ കുടുംബങ്ങളാണ് നശിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സംഭവം കൂടെ അച്ഛൻ ഓർക്കുകയാണ്. ആ സംഭവം ഇങ്ങനെയാണ്: റോമൻ സാമ്രാജ്യത്തിൻ്റെ പതനത്തോടുകൂടി യൂറോപ്പിലേക്ക് കടന്നെത്തിയ ബാർബേറിയൻസ് അഥവാ കിരാതന്മാർ എന്ന് പറയുന്നൊരു സമൂഹം, അതിൽ പ്രധാനപ്പെട്ടൊരു നേതാവായിരുന്നു ആറ്റില. ഈ ആറ്റില സകലതും വെട്ടിപ്പിടിക്കാൻ അവരുടെ ഒരേ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ: അവർക്ക് സമ്പത്ത് കൊള്ളയടിക്കുക, യൂറോപ്പ് മുഴുവൻ കീഴ്പ്പെടുത്താനുള്ള ലക്ഷ്യത്തോടു കൂടി അവർ പല രാജ്യങ്ങളും നശിപ്പിച്ചു. അവിടുത്തെ സമ്പത്തുകളെല്ലാം കണ്ടുകെട്ടി അവരിങ്ങനെ വിജയതാണ്ഡവമാടി ഓരോ ദേശങ്ങളും പിന്നിട്ട് അവസാനം അവരുടെ ലക്ഷ്യമാണ് ഇറ്റലി കീഴ്പ്പെടുത്തുക, വത്തിക്കാൻ കീഴ്പ്പെടുത്തുക, വത്തിക്കാനിലെ വിലപിടിപ്പുള്ള അല്ലെങ്കിൽ ഇറ്റലിയുള്ള വിലപിടിപ്പുള്ള സമ്പത്തുകൾ നേടിയെടുക്കുക. അങ്ങനെ അവർ ഇറ്റലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത് അന്നത്തെ മാർപ്പാപ്പയായിരുന്നു മഹാനായ ലിയോ ഒന്നാമൻ മാർപ്പാപ്പ. ലിയോ ഒന്നാമൻ മാർപ്പാപ്പയെ ഇങ്ങനെ തിരിച്ചറിയാണ്: ഇത് ആറ്റില്ല എന്ന് പറയുന്ന ആ ഒരു നീചനായ അല്ലെങ്കിൽ ഒരു കിരാതൻ ഈ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ വരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. ജനം പാപ്പായോടുള്ള സ്നേഹത്തെ പ്രതി പാപ്പയോട് പറഞ്ഞു: ഇവിടെ നിങ്ങോട്ടെങ്കിലും മാറി ഒളിച്ചോളുക, അല്ലെങ്കിൽ പാപ്പയെ കൊല്ലും. പാപ്പ എന്ത് ചെയ്യണമെന്നറിയാതെ എങ്ങനെ നിൽക്കുന്ന സമയത്ത് കണ്ണടച്ച് കർത്താവിനോട് ആലോചന ചോദിച്ചു. എന്നിട്ട് തൊട്ടടുത്ത സ്ഥലത്തുണ്ടായിരുന്ന കരുണയുടെ ഒരു രൂപമുണ്ടായിരുന്നു. കർത്താവിൻ്റെ കരുണയുടെ രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി കണ്ണടച്ച് നിൽക്കുകയാണ്. അപ്പം ജനം പേടിച്ച് നിൽക്കുകയാണ്. ഇപ്പം അടുത്ത നിമിഷം ആറ്റില്ല എന്ന് പറയുന്ന ആ ഈജൻ കടന്നു വരും, പിടിക്കും, മാർപ്പാപ്പയെ കൊല്ലും, വധിക്കും. അവർ ജനം വിളിച്ചു പറയും: പാപ്പ എങ്കിലും എവിടുന്ന് മാറിക്കോ എന്ന് വിളിച്ചു പറയുന്നത് ജനം. പക്ഷെ പാപ്പ ഒന്നും കേൾക്കുന്നില്ല. പാപ്പ കുറച്ച് സമയം പ്രാർത്ഥിച്ചിട്ട് വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് എന്ത് ചെയ്തു? തൻ്റെ
മുറിയിൽ, അതായത് ദേവാലയത്തിലേക്ക് പോയി. ആ ദേവാലയത്തിൽ ചെന്ന് അവിടെ തൻ്റെ വസ്ത്രങ്ങൾ, ഒരു മാർപ്പാപ്പയുടെ എല്ലാ വസ്ത്രങ്ങളും, തൊപ്പി, അംശവടി ഇതെല്ലാം ധരിച്ച് നേരെ റോമ എന്താ പറയുക വത്തിക്കാൻ്റെ കവാടത്തിലേക്ക് വന്ന് നിൽക്കുകയാണ്. കവാടത്തിലേക്ക് വന്നിങ്ങനെ നിൽക്കുമ്പോൾ ഇതാ ആറ്റില വാളൂരി തൻ്റെ പരിചാരകരുടെ സകലരെ വെട്ടി നുറുക്കിയാണ് വരുന്നത്. കാണുന്നവരെ വെട്ടി നുറുക്കി വരികയാണ്. ഇങ്ങനെ ആ കവാടത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ പാപ്പ അങ്ങനെ നിൽക്കുന്നു, ആറ്റില വന്ന് നിൽക്കുകയാണ്. വാളൂരി ഉയർത്താൻ നിൽക്കുന്ന സമയത്ത് പാപ്പ പറഞ്ഞു, ആറ്റില നീ വാൾ ഉറയിലിടുക, റോമിനെ ആക്രമിക്കരുത്, തിരിച്ചു പോവുക. ഉയർത്തിയ വാൾ അതേപടി താഴത്തേക്ക് താത്തി ആ ഉറയിലേക്ക് ഇട്ടിട്ട് ആറ്റില അവിടെ നിന്ന് തിരികെ പോകുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന സേനാധിപൻ ചോദിക്കും, ആ പടുകളവനായ പാപ്പായ്ക്ക് ഒരു തട്ട് കൊടുത്തിട്ട് റോമിലുള്ള സകല സമ്പത്തും എടുക്കാൻ മേലായിരുന്നു. അപ്പോൾ ആറ്റില പറഞ്ഞു, ആ പടുകളവനെ കണ്ടിട്ടല്ല ഞാൻ പോയത്. ആ പടുകളവൻ്റെ വലതുവശത്ത് വാൾ ഉയർത്തിപ്പിടിച്ച് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചാൽ എൻ്റെ തല നിലത്ത് കിടന്ന് ഉരുളുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനത്തിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ പാപ്പ തയ്യാറായപ്പോൾ ഇതാ സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വന്ന് ആ ജനത്തെയും ആ ദേശത്തെയും സംരക്ഷിക്കുന്നൊരു സംഭവമല്ല ഇത്. ഇതാണ് ആടുകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ജീവൻ കൊടുത്തും നമ്മളെ രക്ഷിക്കുന്ന ഒരു ദൈവം. ഈ ദൈവം ഇന്ന് നിങ്ങളെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 16-ാമത്തെ ലിഖിതം, ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്തെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം 16-ാമത്തെ ലിഖിതം, ക്രിസ്തു സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി പരിത്യജിച്ചു എന്നതിൽ നിന്ന് സ്നേഹം എന്താണെന്ന് നാം അറിയുന്നു. നമ്മളും സഹോദരർക്ക് വേണ്ടി ജീവൻ പരിത്യജിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി പറയാം. ആരാധനയിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവൻ നൽകുന്ന ഒരു ദൈവം നമ്മളെ ഈ രാത്രിയിൽ സഹായിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്ന സമയമാണ്. ഇവർ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതുപോലെ പലതരത്തിൽ ശീലങ്ങളൊക്കെ അടിമുട്ടിരിക്കുന്നവരൊക്കെ എന്തെല്ലാം വേദനയിലൂടെ കടന്നു പോകുന്നോ അതെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കാരണം അവിടുന്ന് നമ്മുടെ ദൈവമാണ്, നമ്മുടെ എല്ലാമാണ്. എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകാൻ നമ്മളെ സഹായിക്കണം. അതിന് ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയണം. ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. കർത്താവെ, ഇന്നെൻ്റെ അവസ്ഥകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആശീർവാദ സമയത്ത് കർത്താവിന് വലിയ കൃപ നമ്മളിലേക്ക് നിറയണം. ഇപ്പോൾ രോഗികളായിട്ടുള്ളവരൊക്കെ കണിനോടെ പ്രാർത്ഥിക്കണം. നമ്മൾ കേട്ടതുപോലെ ചെറുപ്പം മുതലേ അഭിഷേകം എന്ന് കണ്ട് പ്രാർത്ഥിച്ചു. ജീവിതത്തിൽ ഒരു സാഹചര്യം എത്തിയപ്പോൾ അത് അനുഗ്രഹമായി മാറി. ഒരിക്കലും പരാജയത്തിലേക്ക് പോയിട്ടില്ല. കാരണം അത്രയേറെ കർത്താവിൽ ആശ്രയിച്ചു പോയ ഒരു കുട്ടിയുടെ സാക്ഷ്യം നമ്മൾ കേട്ടതാണല്ലോ. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട്, കേട്ട വചനങ്ങൾ മനസ്സിൽ വെച്ച് 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ട് ആരാധിക്കാം. ഉറക്കെ സ്തുതിക്കട്ടെ. ഉച്ചത്തിൽ വിളിച്ച് ജീവനും എന്റെ കോട്ട